ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഭക്ഷ്യക്ഷാമവും രാജ്യത്തിന്റെ സ്ഥിരത ഇല്ലാതാക്കി ഒരവസ്ഥയും എല്ലാം കൂടി വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും മത ഭീകരതയ്ക്കും യാതൊരു പഞ്ഞവുമില്ല. ഇന്ത്യക്കെതിരെ കുരയ്ക്കാനാണെങ്കിലും ഒരു മടിയുമില്ല. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും പാകിസ്ഥാനിൽ ഭീമമായ വില. ഇതോടെ പൊറുതി മുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ജനത. സ്ഥിതി ഇത്രയേറെ ഗുരുതരമായിട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാക് ഭരണകൂടം ശ്രമിക്കുന്നില്ല. ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സമയത്ത് സ്വന്തം ഖജനാവുകൾ നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് അധികാരികൾ. ഇതിനിടയിലാണ് ചാന്ദ്ര പര്യവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയത്. ഇത് ജനങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിനും രോഷത്തിനും കാരണമായി. അടുത്തിടെയാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കി ഇന്ത്യ ചരിത്രം കുറിക്കുന്നത്. ഇതിൽ അസൂയ പൂണ്ട പാകിസ്ഥാൻ ചൈനയെ കൂട്ടുപിടിച്ച് സമാനമായിട്ടുള്ള ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം. സൂപ്പർകോ അഥവാ SUPARCO റോവർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഉടൻ വിക്ഷേപണം നടത്തുമെന്നാണ് ഷഹബാസ് പറയുന്നത്. ചന്ദ്രനിലെ മണ്ണിനെ കുറിച്ച് പഠനം നടത്തുകയാണ് ഈ റോവറിന്റെ ലക്ഷ്യം. ദൗത്യം വിജയിക്കാൻ ഗവേഷകർ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനില് അധികം വൈകാതെ തന്നെ ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കുമെന്നും ഷഹബാസ് പറയുന്നുണ്ട്. എവിടെ പോയാലും നമുക്ക് പാകിസ്ഥാൻ ഉണ്ടാക്കലാണല്ലോ പ്രധാനം. നമ്മൾ എവിടെയൊക്കെ കാല് ചവിട്ടിയാലും ശരി, അവിടമൊക്കെ നമ്മുടേതാകണം. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചവിട്ടും മണ്ണെല്ലാം പാകിസ്ഥാനാക്കും പൈങ്കിളിയെ. അതെ, ചൈനയുമായിട്ട് ചേർന്നാണ് പാകിസ്ഥാന്റെ പുതിയ ചാന്ദ്ര ദൗത്യം. എന്നാൽ ഈ റോവർ നിർമ്മിക്കുന്നത് പാകിസ്ഥാനാണ്. ഭീമമായ ചിലവാണ് ഇതിന് വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ റോവറിന് വേണ്ടി ഇത്രയും പണം മുടക്കുന്നതാണ് പാകിസ്ഥാൻ ജനതയെ വലിയ രൂപത്തിൽ പ്രതിഷേധമിളക്കാൻ കാരണമായിരിക്കുന്നത്. ഒരു നേരത്തെ അരിക്കായിട്ട് പിച്ചപാത്രം എടുത്ത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെണ്ടേണ്ടുന്ന അവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. തെണ്ടാൻ യാതൊരു മടിയുമില്ലാത്ത 2 രാജ്യങ്ങളാണ് പാകിസ്ഥാനും പലസ്തീനും. ഇതിനിടയിലാണ് ചന്ദ്രനിൽ പുതിയ പാകിസ്ഥാൻ ഉണ്ടാക്കുമെന്ന് ഷഹബാസിന്റെ പ്രഖ്യാപനം. ആദ്യം ഉണ്ടായ പാകിസ്ഥാനെ മര്യാദയ്ക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് അന്നമെങ്കിലും എത്തിക്കാൻ ശ്രമിക്കണം. അന്നം എത്തിക്കണം, കുടിനീരെത്തിക്കണം, വെളിച്ചം എത്തിക്കണം. ആ ഇന്ധനം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ, ഭക്ഷണവും വെള്ളവും പാർപ്പിടങ്ങളും മതിയായി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ രാജ്യത്തെ പോലെ മറ്റൊരു രാജ്യം ചന്ദ്രനിൽ ഉണ്ടാക്കാനാണ് ഷഹബാസ് ഷെരീഫിന്റെ പുതിയ തീരുമാനം. ഞങ്ങൾക്ക് മതം മാത്രമല്ല, ഞങ്ങൾക്ക് ശാസ്ത്രവും വഴങ്ങും എന്ന് പാകിസ്ഥാൻ തെളിയിക്കുകയാണ്. ആരെയാണ് പ്രധാനമന്ത്രി മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്നത്. രൂക്ഷമായ പരിഹാസവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ ചന്ദ്രനിലാണ് ജീവിക്കുന്നത് എന്നാണ് പാകിസ്ഥാനികൾ പരിഹസിക്കുന്നത്. ഞങ്ങൾ ചന്ദ്രനിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ പ്രധാനമന്ത്രി എന്നാണ് ജനങ്ങൾ പ്രതിഷേധമുയർത്തുന്നത്. ചന്ദ്രനിലുള്ള മണ്ണും കല്ലും ഇവിടെയുമുണ്ട്. ചന്ദ്രനിൽ വൈദ്യുതിയില്ല, ഇവിടെയും വൈദ്യുതിയില്ല. ചന്ദ്രനിൽ ഇന്ധനമില്ല. പാകിസ്ഥാനിലും അത് അങ്ങനെ തന്നെയാണ്. ഈ രൂപത്തിലാണ് ആളുകൾ മുദ്രാവാക്യം മുഴക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ചന്ദ്രനിൽ വെള്ളമുണ്ട്, പാകിസ്ഥാനിൽ വെള്ളമില്ല. ആളുകൾ ഒരു ഭരണകൂടത്തിനെതിരെ തങ്ങളുടെ ഇല്ലായ്മകളും ദാരിദ്ര്യങ്ങളും പട്ടിണിയും പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അധപ്പതിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് റൊട്ടിയും അരിയുമാണ്. ചന്ദ്രനെ നോക്കി സ്വപ്നം കാണുന്ന പ്രധാനമന്ത്രി അത് ഓർക്കണം എന്ന് ജനങ്ങൾ. നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് സമയം കളയുകയല്ല വേണ്ടതെന്നും പാകിസ്ഥാനിലെ ജനങ്ങൾ വ്യക്തമാക്കുന്നു. സ്വന്തം ജനത പട്ടിണിയും പരിവട്ടവുമായി നട്ടം തിരിയുമ്പോഴും ഇവർക്ക് ലക്ഷ്യം മറ്റുള്ളവരെ മത്സരിക്കുക എന്നത് തന്നെയാണ്. വിശ്രമിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ISRO സ്ഥാപിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണല്ലോ ഈ സൂപ്പർകോ എന്ന പാകിസ്ഥാൻ സ്പേസ് ഏജൻസി. ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളുമായിട്ട് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ അത് കണ്ടിട്ട് സഹിക്കുന്ന ചില ആളുകൾ അങ്ങനെ, നമ്മൾ തലയണ മന്ത്രം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടില്ലേ, നമുക്കൊന്നുമില്ല എന്നാലും ശരി മറ്റുള്ളവരെ നോക്കി അസൂയ പൂണ്ട്. ചിലരങ്ങനെയാ, സ്വന്തമായിട്ട് കഴിവോ മികവോ ഇല്ല, അതോടുകൂടി വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ പരിതാവസ്ഥയെ, അവരുടെ പരിസ്ഥിതിയെ, അവരുടെ സാമ്പത്തികാവസ്ഥയെ. അപ്പോൾ മറ്റുള്ളവരത് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വിരോധം ഉണ്ടാകുമല്ലോ, ഒരു അസൂയ.
എനിക്ക് പറ്റാത്തത് അവർക്ക് പറ്റുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ സമാധാനിക്കുന്നു. നമ്മളെ നോക്കി അവർക്ക് പരിഹസിക്കാനുള്ള വക നമ്മളിൽ ഉണ്ടല്ലോ. ഇപ്പൊ പാകിസ്ഥാനേക്കാൾ വളരെ മോശമായിട്ടുള്ള പരിതാപകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ബംഗ്ലാദേശും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം രാജ്യം വിപണി അസ്ഥിരത, അതുപോലെ ഉയർന്ന പണപ്പെരുപ്പം ഇതൊക്കെ നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രാജ്യത്തുടനീളമുള്ള പലചരക്ക് കടകളിൽ ബ്രാൻഡഡ് കുപ്പി എണ്ണ, ബ്രാൻഡഡ് ആണ്, അതല്ലാത്ത സോയാബീൻ എണ്ണ, ബ്രാൻഡഡ് അല്ലാത്ത ഒരുപാട് എണ്ണകൾ, ഇതൊക്കെ പാചക എണ്ണയുടെ ക്ഷാമം ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല സാധനങ്ങളൊന്നും, മെച്ചപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടാനില്ല. ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പി എണ്ണകൾ വിറ്റിരുന്ന സാഹചര്യത്തിൽ ഇന്നതില്ല. ബ്രാൻഡഡ് അല്ലാത്ത സോയാബീൻ എണ്ണ ഇതൊന്നും ഇന്ന് കിട്ടുന്നില്ല. സാധാരണക്കാർക്ക് അതൊക്കെ തന്നെ മതി. ഈ ക്ഷാമം വില വർധനവിന് കാരണമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതായിട്ട് ചൂണ്ടിക്കാണിച്ച് പ്രാദേശിക ശുദ്ധീകരണശാലകൾ വില വർധനവ് ആവശ്യപ്പെട്ടിരുന്നു. നോമ്പ് കാലം വരുന്നു. നോമ്പിന് മുന്നോടിയായി ഉൽപാദകരും വിപണനക്കാരും സ്വീകരിച്ച തന്ത്രപരമായിട്ടുള്ള വില നിർണയ തന്ത്രങ്ങളാണ് സോയാബീൻ എണ്ണയുടെ വില വർദ്ധിപ്പിച്ചത് എന്ന് റിപ്പോർട്ട്. കുറഞ്ഞ കമ്മീഷനുകളും ചില്ലറ വിൽപ്പന മേഖലകളിലെ ഡീലർമാരായിട്ടുള്ള കർശനമായിട്ടുള്ള ക്രെഡിറ്റ് നയങ്ങളും ബംഗ്ലാദേശിലെ പ്രാദേശിക കടകളിൽ കുപ്പി എണ്ണ ലഭ്യതയിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാക്കി. 24 ലക്ഷം ടൺ വാർഷിക എണ്ണയുടെ ആവശ്യം ഉള്ള ബംഗ്ലാദേശ് ഏറിയ പങ്കും ഇറക്കുമതിയെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ 1% വർധനവോടുകൂടി രാജ്യത്ത് കുപ്പി സോയാബീൻ എണ്ണ ലിറ്ററിന് 175 രൂപ മുതൽ 176 രൂപ വരെ വിൽക്കുന്നുണ്ട് വിലയ്ക്ക്. ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ബംഗ്ലാദേശ് അഥവാ TCB ഇവർ സമാഹരിച്ച ഡേറ്റ പ്രകാരം സോയാബീൻ എണ്ണയുടെ വില കഴിഞ്ഞ ആഴ്ച 4% വർദ്ധിച്ച് ലിറ്ററിന് 180 ടക്കിൽ നിന്ന് 182 ടക്കായി മാറി. കഴിഞ്ഞ വർഷം അക്രമാസക്തമായിട്ടുള്ള വിപ്ലവത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള അസ്ഥിരതയാണ് നിലനിൽക്കുന്നത്. സമീപകാല സാമ്പത്തിക തിരിച്ചടിയിൽ സ്വിറ്റ്സർലാൻഡും US-ഉം ബംഗ്ലാദേശിനുള്ള എല്ലാ ധനസഹായവും നിർത്തിവച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം അധികാരമേറ്റ ഉടനെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിലേക്ക് വരുന്ന എല്ലാ US ധനസഹായവും നിർത്തിവെച്ചു. ബംഗ്ലാദേശിലെ USAIDയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പാസാക്കിയിരുന്നു. അതിൽ പണി കിട്ടിയതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും. ഇതിനെ തുടർന്നാണ് ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കാൻ സ്വിറ്റ്സർലാൻഡും തീരുമാനിച്ചത്. 2028 അവസാനത്തോടുകൂടി ബംഗ്ലാദേശ് ഉൾപ്പെടെ 3 രാജ്യങ്ങളുമായിട്ടുള്ള ഉഭയകക്ഷി വികസന പരിപാടികൾ അവസാനിപ്പിക്കാൻ സ്വിസ് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് കോഓപ്പറേഷൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് ഏത് രാജ്യമായിരുന്നാലും ആ രാജ്യത്തുള്ള മനുഷ്യരെ മനുഷ്യരായി കാണുകയും അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കണം. നന്ദി.